കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂഖനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂഖനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്നും പുറത്തു പോവുക. ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തമായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശുവിനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലേറ്റവും സ്നേഹമുള്ളവരെ, നിരന്തരമായ ആത്മീയ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ആത്മീയ യുദ്ധത്തിലാണ്, സമരത്തിലാണ്. നമ്മുടെ ശത്രു, പത്രോസ്ലീഹ പറയുന്ന പോലെ, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുകയാണ്. വിശ്വാസത്തിൽ അവനെ എതിർക്കുവിൻ എന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു പോകുമ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള, വളരെ വേദനിച്ചും അസ്വസ്ഥപ്പെട്ടും ഒരപ്പൻ ഒരു മകനെ കൂട്ടിക്കൊണ്ട് അപ്പസ്തോലന്മാരുടെ അടുത്ത് വന്നു. അപ്പോൾ അപ്പസ്തോലന്മാരും യേശുവിൻ്റെ സാന്നിധ്യമൊക്കെ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതും അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നത് കണ്ടതുകൊണ്ട് വെളിച്ചത്തിലായിരിക്കും ഒരുപക്ഷെ ഈ അപ്പൻ മകനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഈശോ അവിടെ ഇല്ല. അപ്പസ്തോലന്മാർക്കാണെങ്കിൽ ഈ പിശാചിനെ ബഹിഷ്കരിക്കാൻ കഴിഞ്ഞുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വലിയ പ്രതീക്ഷയോടും വലിയ ആഗ്രഹത്തോടും ഒക്കെ ഒരപ്പൻ മകനെയും കൂട്ടിക്കൊണ്ട് അപ്പസ്തോലന്മാരുടെ അടുത്ത് ഇത് ശരിയാകും, ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് അത് നടക്കാതിരിക്കുമ്പോൾ എത്രമാത്രം മാനസികമായ വിഷമവും വേദനയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ സാന്നിധ്യം അവിടെ വരിക. ആ സാന്നിധ്യം കണ്ടയുടനെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ അശുദ്ധാത്മാവ് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അപ്പം അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ഈ പറയുന്ന അപ്പൻ ഈശോയോട് പറയുന്നൊരു കാര്യമാണ്, നിനക്ക് കഴിയുമെങ്കിൽ, ഞങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി, നിനക്കെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന്. എന്ന് പറഞ്ഞാൽ സകല പ്രതീക്ഷ അസ്തമിച്ച വാക്കുകളാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിനക്കെങ്കിലും കഴിയുമെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പറയും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ?
വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പം ആദ്യം കർത്താവ് പരിഹരിച്ചത് ആ മകനെ കൂട്ടിക്കൊണ്ടുവന്ന അപ്പൻ്റെ അവിശ്വാസത്തെയാണ്. ഇത് കഴിഞ്ഞ് അപ്പസ്തോലന്മാർ പിന്നീട് കണ്ടപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പറ്റാതിരുന്ന്. കർത്താവ് അവിടെയും കൊടുത്ത ഉത്തരം നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ്. ഈ പിശാച് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിടുതൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട തിന്മയുമായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എടുത്തുപയോഗിക്കുന്ന ചില ആയുധങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്തൊന്ന് വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കാൻ പുറത്താക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. 1 യോഹന്നാൻ 3:8-9 വചനം തന്നെ നമ്മൾ ഓർമ്മപ്പെടുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതുപോലും പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ്. അപ്പൊ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അതിനുള്ള പരിഹാരമാർഗം അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും ആത്യന്തികമായ പരിഹാരമാർഗം വചനത്തിൽ ദൈവം നിർദ്ദേശിച്ചു തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം തരുന്ന അധികാരത്തോടെ നമ്മൾ പിശാചിനെതിരെ അധ്വാനിക്കാന്നുള്ളതാണ്, പ്രവർത്തിക്കാന്നുള്ളതാണ്. യേശു ആജ്ഞാപിച്ചു എന്നാ പറയുന്നത്. അപ്പോ യേശുക്രിസ്തുവിലുള്ള അതേ നാമത്തിലുള്ള വിശ്വാസത്തിൽ ഒരു ദൈവ പൈതൽ ആജ്ഞാപിക്കുമ്പോൾ, അത് കുടുംബത്തിലാകട്ടെ, സ്വന്തം ജീവിതത്തിലാകട്ടെ, സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകട്ടെ, തിന്മ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന്, യേശുവിലുള്ള വിശ്വാസത്തിൽ അധികാരത്തോടെ നമ്മൾ ആജ്ഞാപിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അല്ലേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഇതൊരു ആജ്ഞാപനമാണ്, അധികാരത്തോടെയുള്ള പറച്ചിലാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടേതല്ലാത്ത, നമ്മൾ അറിയാത്ത മറ്റൊരു വഴിപോക്കൻ വന്ന് കയറി അവൻ വീട്ടിൽ അധികാരം എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ ആട്ടി പുറത്താകും. ഇറങ്ങി പോടാന്ന് പറയും. നിനക്ക് വീട്ടിൽ എന്നാ കാര്യം എന്ന് ചോദിക്കും. കാരണം നമുക്ക് ഈ ഭവനത്തിൻ്റെ മേൽ നമുക്കൊരു അധികാരമുണ്ട്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ അനുവദിക്കാത്ത ഒരാൾ കയറി വന്ന് ഭവനത്തെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അധികാരത്തോടെ ആ ഭവനത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നുവോ, ഇതേ അധികാരത്തോടെയാണ് ദൈവ മക്കളായിരിക്കുന്ന നമ്മളിൽ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ. നമ്മളിൽ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല, ദൈവമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമക്കൾ എന്ന നിലയിൽ. അപ്പോൾ നമ്മുടെ അധികാരത്തെ തകർത്തുകൊണ്ട് ശത്രു പ്രവേശിക്കുമ്പോൾ അവനെ അധികാരത്തോടെ ആജ്ഞാപിച്ചുകൊണ്ട് പുറത്താക്കാനുള്ള അധികാരം ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ, യേശുക്രിസ്തുവിൽ പിശാചിന്റെ സകല കെട്ടുകളും അടിയും, കർത്താവിന്റെ സാന്നിധ്യത്തിൽ തിന്മ വിട്ടുപോകും എന്ന വിശ്വാസത്തിൽ, യേശുക്രിസ്തുവിൽ വിടുതലുണ്ട് എന്ന വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിശാചിനെതിരെയുള്ള ആയുധത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസം. അവൻ മാത്രമാണ് പാപത്തെയും പിശാചിനെയും രോഗത്തെയും മരണത്തെയും തൻ്റെ കാൽവരി യാഗത്തിലൂടെ തകർത്തതെന്നുള്ള പരിപൂർണമായ വിശ്വാസം, വെള്ളം ചേർക്കാത്ത, മായമില്ലാത്ത, കലർപ്പില്ലാത്ത വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ. അയ്യോ നടക്കോ, പ്രാർത്ഥിച്ചാൽ ശരിയാകോ, അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടല്ല. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ സകല തിന്മയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇനി മുന്നോട്ട് അവസാനം അപ്പസ്തോലന്മാർ ചോദിച്ചു ഞങ്ങൾക്ക് എന്തത് പുറത്താക്കാൻ പറ്റാതിരുന്നത്. അതിന് കർത്താവ് പറയുന്ന അടിസ്ഥാനപരമായ കാരണം ഇതാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ. അതിൻ്റെ ഫുട്നോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാചീന കൃതികളിൽ ഇങ്ങനെയാണ്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ വിശ്വാസം വേണം, പ്രാർത്ഥന വേണം. മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം വേണം എന്നർത്ഥം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് തിന്മയ്ക്കെതിരുള്ള പോരാട്ടത്തിൽ നമുക്കൊരായുധം. ഈ ആയുധങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പിശാചിന്റെ മേൽ വിജയം വരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവിന്റെ അവസ്ഥയാണ്, പാപരഹിത ജീവിതത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്താണ്? പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും. ഉപവസിക്കുമ്പോൾ ഒരുവൻ എന്നാ ചെയ്യുന്നത്? അവന്റെ ആത്മശക്തി ശരീരത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ വിജയം വരിക്കുകയാണ്. അവന്റെ ആത്മാവിന്റെ കരുത്ത് അവന്റെ ജഡത്തിന്റെ പ്രവണതകളുടെ മേൽ വിജയം വരിക്കുകയാണ്. എന്ന് പറയുന്ന പോലെ ജഡത്തിൽ, ലോകത്തിൽ പിശാച് അനുവദിക്കുന്ന സകല പ്രലോഭനങ്ങളുടെ മീതെ വിജയം വരിക്കാനുള്ള ആത്മാവിന്റെ കരുത്തും നമുക്കുണ്ടെങ്കിൽ വചനത്തിലൂടെ പറയുന്നത് പിശാചിന്റെ മേൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ആയുധങ്ങളാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 4:1 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ഈ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്താണ് മനോഭാവം? ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു.
അപ്പോൾ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുമ്പോൾ അവൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. റോമ 8-ാം അധ്യായം മുഴുവൻ പറയുന്നതാ. ശരീരത്തിന്റെ പ്രവണതകളെ ഒരുവൻ ആത്മാവിൽ നിഹനിക്കുമ്പോൾ അവൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. അവനിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതത്തിന്റെ കരുത്തെടുത്ത് വിശ്വാസത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ആത്മീയ ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ ആത്മീയ ലോകത്തിന്റെ, നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന ശത്രുവിന്റെ സകല വ്യാപാരങ്ങളെ തിരിച്ചറിയുവാനും എതിർക്കുവാനുള്ള ശക്തി ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.